ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇതുവരെ നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വെറും ഒരു മാസം കൊണ്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ആ ഒരു ട്രിക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇത് യൂട്യൂബെല്ലാം ഇപ്പോൾ തുടങ്ങിയ ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങുന്നത് 2024 ഏകദേശം 1 ഇയർ ആയി. പക്ഷേ എനിക്ക് ഇപ്പോഴും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. അതിന് കാരണം ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത് കുറച്ച് കുറവായിരുന്നു. പക്ഷേ എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റി. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുടങ്ങാതെ വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും ഞാൻ ഷോർട്സ് മുടങ്ങാതെ അപ്ലോഡ് ചെയ്യുമായിരുന്നു എൻ്റെ ചാനലിൽ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ബിഗിനർ ആണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ലോങ് വീഡിയോ എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഷോർട്സ് എല്ലാ ദിവസവും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്സ് എങ്കിലും ദിവസവും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആ ഒരു സമയം, നമ്മുടെ ഓഡിയൻസ് എപ്പോഴാണോ ഉള്ളത് ആ ഒരു ടൈം നോക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അത് YT സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഓഡിയൻസ് എപ്പോഴാണ് ഉള്ളത് എന്ന്. അത് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ വണ്ടിയിൽ വിളിച്ചു വരുന്നുണ്ട്, ആ ഒരു സൗണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സമയം നോക്കിയിട്ട് നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം കൊണ്ട് നേടിയെടുത്തത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ ഞാൻ ലൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ലൈവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു ദിവസം 100-200 വെച്ച് സബ് കയറാൻ തുടങ്ങിയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോയ്ക്ക് എനിക്ക് ഒരു ഷോർട്സ് വീഡിയോയ്ക്ക് 60-70 സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങിയായിരുന്നു. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത് ഷോർട്സ് വീഡിയോ നിന്നും ലൈവ് നിന്നുമാണ്. ലോങ് വീഡിയോ ഒക്കെ കുറച്ച് പേരെ കാണുള്ളൂ. ഇപ്പോൾ പകുതി മുക്കാൽ ആൾക്കാർ ലോങ് വീഡിയോ കാണില്ല. അപ്പോൾ ഷോർട്സിനോടാണ് ആൾക്കാർക്ക് താല്പര്യം. അതായത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ, അവർക്ക് കാണാൻ എളുപ്പമാണല്ലോ. ലോങ് വീഡിയോ ആണെങ്കിൽ കുറേ സമയം ഇതിന് ഇരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും വേണം ലോങ് വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ ഈ തുടക്കക്കാരാണെങ്കിൽ എന്തായാലും അവർ ലോങ് വീഡിയോ കാണില്ല. നമ്മൾ ഷോർട്സ് ചെയ്ത് നമ്മളെ ഒരു കുറച്ച് പേരെങ്കിലും നമ്മുടെ ഫാനാക്കി വെക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവർ നമ്മുടെ ലോങ് വീഡിയോ കാണും. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് വാച്ച് ഓവറും കിട്ടും, സബ്സ്ക്രൈബേഴ്സും കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ട് തന്നെ മോണിറ്റൈസൊക്കെ ആക്കിയെടുത്ത ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മാസം കൊണ്ട് തന്നെ ഷോർട്സും ലോങ് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ട് മോണിറ്റൈസ് ആക്കിയെടുത്ത ചാനലൊക്കെ നിലവിലുണ്ട്. അതായത് ഒരു ലോങ് വീഡിയോയിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഓവർ ഏൺ ചെയ്തവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. യൂട്യൂബിൻ്റെ ഭാഗം യൂട്യൂബ് അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തോളും. പിന്നെ ഒരുപാട് കോപ്പിറൈറ്റ് അടിക്കുന്ന ഇതൊന്നും എടുത്തിടാതെ നമ്മുടെ ചാനൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുക. നമ്മുടെ ഓൺ കണ്ടൻറ് തന്നെ ആയിരിക്കണം. കാരണം ഇപ്പോൾ ജൂലൈ 13 തൊട്ടിട്ട് യൂട്യൂബിൽ അങ്ങനെ ഒരു ഇത് വന്നല്ലോ. മറ്റുള്ളവർ കണ്ടൻറ്റ് ഒന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് നല്ല 8ൻ്റെ പണി തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസൊക്കെ കാണിച്ചിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് ഉള്ള വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കത്തിൽ നിങ്ങൾ എന്ത് കണ്ടൻറ്റാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു കണ്ടൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ചെയ്ത കണ്ടൻറ്റ് കാണാനായിരിക്കും തുടക്കത്തിൽ കണ്ട സബ്സ്ക്രൈബേഴ്സിന് ആഗ്രഹം. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത വേറൊരു കണ്ടൻറ്റ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ വീഡിയോ കാണില്ല. അപ്പോൾ അവർ വീഡിയോ കണ്ടില്ലെങ്കിൽ യൂട്യൂബ് പിന്നെ റെക്കമെൻഡേഷൻ കുറയ്ക്കും. അതായത് നമ്മുടെ വീഡിയോസിൻ്റെ റെക്കമെൻഡേഷൻ കൂട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകും. അപ്പോൾ അതിനാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റീച്ച് വന്ന വീഡിയോ ഏതാണോ എന്ന് നോക്കിയിട്ട് ആ ഒരു വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെ പിന്നെയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇൻക്രീസ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി എടുക്കാൻ 4000 വാച്ച് ഓവർ 1000 സബ്സ്ക്രൈബേഴ്സും തന്നെയാണ് വേണ്ടത്. ഹാഫ് മോണി ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് 500 സബും 3000 വാച്ച് ഓവറും വേണ്ടത്. അപ്പോൾ ഫുൾ മോണി ആവണമെങ്കിൽ നമുക്ക് 4000 വാച്ച് ഓവർ തന്നെ കംപ്ലീറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും തളരാതെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് നിങ്ങളുടെ വീഡിയോസിലൊന്ന് ആഡ് ചെയ്ത് നോക്കും. നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചോളൂ. ഞാൻ എനിക്കറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. കാരണം ഇപ്പോൾ ഇത്രയും ഇതായി ഞാൻ വീഡിയോ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് എന്താണെന്ന് കുറച്ചെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു തരിക എന്നുള്ളത് വലിയൊരു കാര്യമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കൊച്ചാട്ടോ എനിക്ക് കീക്കിന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന സൗണ്ട്
ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ. നമുക്ക് എന്തായാലും ഒരുമിച്ച് അടിപൊളിയായിട്ട് തന്നെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാം. എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോസ് ആയി വരാം. അതുവരെയ്ക്കും ടാറ്റാ.